നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. തീവ്ര ഹിന്ദുത്വം മുഖ്യ അജണ്ടയാക്കിയും മനുഷ്യ മനസ്സുകളിൽ വിദ്വേഷത്തിന്റെ വിഷവിത്തുകൾ പാകിയുമാണ് രാജ്യത്ത് BJP വളർന്നത്. അതിന്റെ കേന്ദ്രബിന്ദു അയോധ്യയിലെ രാമക്ഷേത്രവും അദ്വാനിയുടെ രഥയാത്രയും ബാബരി പള്ളി പൊളിച്ചതും രാഷ്ട്രീയ അധികാരത്തിലേക്കുള്ള BJPയുടെ കുറുക്കുവഴിയായിരുന്നു. ഒടുവിൽ പള്ളി പൊളിച്ചെടുത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാമക്ഷേത്രം പണിതുയർത്തി. മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതിനും നാം സാക്ഷിയായി. ഇനി ഒരു 50 വർഷത്തേക്കെങ്കിലും അധികാരം ഊട്ടിയുറപ്പിക്കാനുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയാണ് പ്രാണപ്രതിഷ്ഠയെ മോദിയും കൂട്ടരും കണ്ടത്. പക്ഷെ അയോധ്യയിൽ BJP പരാജയം ഏറ്റുവാങ്ങി. BJP സ്ഥാനാർത്ഥി ലല്ലു സിംഗ് സമാജ്വാദി പാർട്ടിയുടെ അവധേഷ് പ്രസാദിനോട് തോൽവിക്ക് വഴങ്ങേണ്ടി വന്നത് 54,567 വോട്ടുകൾക്കാണ്. സംവരണത്തിന്റെ ആനുകൂല്യമുള്ളിടത്ത് മാത്രമല്ല ദളിതൻ രാഷ്ട്രീയ അധികാരത്തിൽ എത്തേണ്ടതെന്ന് അവധേഷ് പ്രസാദിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അഖിലേഷ് യാദവ് വിളിച്ചു പറഞ്ഞു. രാജ്യത്തിന്റെ പല കോണുകളിലും ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾക്കും കലാപങ്ങൾക്കും കാരണമായിട്ടുണ്ട് അയോധ്യ. അവിടെയൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും BJP നേട്ടങ്ങൾ കൊയ്തിട്ടുമുണ്ട്. 2014-ലും 2019-ലും മോദിയെ പ്രധാനമന്ത്രിയാക്കിയത് പള്ളി പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിയുമെന്ന BJP വാഗ്ദാനമാണ്. രാമക്ഷേത്രം പണിതതോടെ രാജ്യത്തെ ഹിന്ദു സമൂഹത്തിന്റെ പിന്തുണ വർദ്ധിത വീര്യത്തോടെ ഉണ്ടാകുമെന്നാണ് BJP കണക്കുകൂട്ടിയത്. എന്നാൽ ആ കണക്കുകൂട്ടലുകൾ പിഴച്ചു. അയോധ്യയിൽ രാമക്ഷേത്രം പണിതപ്പോൾ റെയിൽവേ, വിമാനത്താവളം തുടങ്ങിയവയ്ക്കായി ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഏറ്റെടുത്തിരുന്നു. കടകളും വീടുകളും പൊളിച്ചു നീക്കി. കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് പക്ഷേ അർഹമായ ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ഒപ്പം അമ്പലത്തേക്കാൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അവിടെ ചർച്ചയായി. പ്രതിഷേധങ്ങളെല്ലാം ഉള്ളിലിട്ടാണ് അവരിത്തവണ വിധിയെഴുതാൻ എത്തിയത്. അവധേഷ് പ്രസാദ് എന്ന സ്ഥാനാർത്ഥിയുടെ മികവും ഈ വിജയത്തിലെ പ്രധാന ഘടകമാണ്. എത്ര വർഗീയത പറഞ്ഞാലും എത്രമേൽ വൈകാരിക വിഷയങ്ങളിൽ ആളിക്കത്തിച്ചാലും എല്ലാ കാലത്തും അതൊന്നും ഏശില്ലെന്ന് തെളിയിക്കുന്നതാണ് അയോധ്യ എന്ന ഒരു പാഠം. അടച്ചുറപ്പുള്ള വീടില്ലാത്തവരെ മതവിദ്വേഷത്തിന്റെ കൺകെട്ട് വിദ്യ കൊണ്ട് എന്നെന്നും കബളിപ്പിക്കാനാവില്ല. വിശക്കുന്നവന്റെ വയറു നിറയ്ക്കാൻ വർഗീയതയ്ക്ക് ആകുകയുമില്ല.